നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയോടെ ഗെയിം കളിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ. ഇപ്പോൾ പവർ ടീം അംഗവുമാണ് ജിൻഡോ. അതേസമയം ഇപ്പോഴിതാ ജിൻഡോ ഋഷിയുമായും അർജുനുമായും സംസാരിക്കവേ പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. തന്റെ നിലനിൽപ്പിനെ ബാധിച്ചാൽ കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയാണെങ്കിലും മോഹിച്ച പെണ്ണാണെങ്കിലും താൻ തട്ടിക്കളയുമെന്നാണ് ജിൻഡോ പറയുന്നത്. ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയിൽ മത്സരാർത്ഥിയായി വന്ന ജിൻഡോ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് പ്രേക്ഷകർക്കും അത്ര സ്വീകാര്യമായില്ല. സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ ഒരു നുണ പറയാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? എന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ കൂടപ്പിറപ്പായാലും ജനിപ്പിച്ച തന്തയാണെങ്കിലും മോഹിച്ച പെണ്ണാണെങ്കിലും ഞാൻ തട്ടിക്കളയും. അതാണ് എന്റെ സ്ട്രാറ്റജി. ഇത് തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയാലും പറയുക. ബിഗ് ബോസിൽ എനിക്ക് കപ്പടിക്കുക എന്നത് എന്റെ നിലനിൽപ്പാണ്. ഓരോരുത്തർക്കും ഓരോ വ്യൂ ഉണ്ട്. എന്റെ വ്യൂ ആണ് ഇത്. ഞാൻ ഉള്ളത് പറയും. സാധാരണ ആളുകൾ പറയും അവർ ഭയങ്കര സത്യസന്ധനാണെന്ന്. ഞാൻ സത്യസന്ധനൊന്നുമല്ല. എല്ലാവരും അവരവരുടെ കാര്യങ്ങളാണ് കാണുന്നത്. പിന്നെ ബാക്ക് ഫയർ ആകാൻ മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആരും ഇവിടെ സത്യസന്ധന്മാരല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം നുണ പറയാറില്ലെന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ നുണ എന്നാണ് ജിൻഡോ ഋഷിയോടും അർജുനോടും സംസാരിക്കവേ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ പ്രേക്ഷകരിൽ നിരവധി പേർ ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് എല്ലാവരും കൂടി ചേർന്ന് നൽകിയ മണ്ടൻ ഇമേജ് കാരണം ഈ പറഞ്ഞതൊക്കെ തനിയെ മാഞ്ഞു പോകും. ഇത് മറ്റാരെങ്കിലുമാണ് പറഞ്ഞിരുന്നതെങ്കിൽ വലിയ ചർച്ചാ വിഷയവും ട്രോളുകളും ഒക്കെ ആയേനെ. മണ്ടൻ മുഖം മൂടിയിട്ട ജിൻഡോയുടെ തനി നിറം പുറത്തു വരുന്നുണ്ട്. പച്ച മനുഷ്യൻ ചുവപ്പായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാണ് വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ. ജിൻഡോയും റസ്മിനുമാണ് ഇപ്പോൾ പവർ ടീം അംഗങ്ങൾ. ഈ സീസണിൽ ആദ്യം ജയിൽവാസം അനുഭവിച്ച മത്സരാർത്ഥികളിൽ ഒരാളും ജിൻഡോയാണ്. നിഷ്കളങ്കത നിറഞ്ഞ പെരുമാറ്റവും തമാശകളും ഗെയിമിലെ മികച്ച പ്രകടനങ്ങളുമെല്ലാമാണ് ജിൻഡോയെ നിഷ്കളങ്കനും പച്ച മനുഷ്യനുമായി പ്രേക്ഷകർ വിലയിരുത്താൻ കാരണമായത്. എന്നാൽ പുതിയ വീഡിയോ പുറത്തു വന്നതോടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാറി തുടങ്ങിയിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.